സർസംഘ് ചാലക് മോഹൻ ഭാഗവത്ജി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പും പറഞ്ഞ കാര്യമാണ്. ബംഗ്ലാദേശിൽ ഏകദേശം 1.5 കോടിക്കടുത്ത് ഹിന്ദുക്കളുണ്ട്. ഇവർ ഒരുമിച്ച് നിന്ന് പോരാടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഹിന്ദുക്കളും അവരെ സഹായിക്കും. അതായത് ഒരു ആഹ്വാനം തന്നെയാണ്, നിങ്ങൾ ഒന്നിച്ച് നിന്ന് പോരാടൂ, നിങ്ങൾക്കൊപ്പം എല്ലാ ഹിന്ദുക്കളും ഒരുമിച്ചുണ്ടാകും. ഇത് അങ്ങനെ മാത്രം എടുക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യ ഗവൺമെൻറ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടാകുന്ന ഈ വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മോഹൻ ഭാഗവത്ജി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇത് BJP കൂടി പറയുകയാണോ? നിങ്ങൾ ഇതൊന്നും നോക്കി കാണുന്നില്ലേ, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയായിട്ട് നമുക്ക് കണക്കാക്കാമോ? അങ്ങനെ ഇതിനെ നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇതൊരു ഹിന്ദു ആക്രമിക്കപ്പെടുന്ന ഒരു വിഷയമല്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിദേശ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കിതിനെ വൈകാരികമായിട്ടിപ്പം സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ സമീപകാലത്ത് കണ്ടതാണ് ബംഗ്ലാദേശിലെ ആക്രമണങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം. അത് ഈ പറഞ്ഞ ഒരു ഹിന്ദു സോളിഡാരിറ്റി, അതല്ലെങ്കിൽ അവിടെയുള്ള ഹിന്ദുക്കളോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കാർ നടത്തിയ ഒരു വൈകാരിക പ്രകടനവും, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവരുടെ കൂടെ ഒപ്പം ഉണ്ടെന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു. അതൊരു സന്ദേശം കൂടിയാണ്, ബംഗ്ലാദേശിന് കൊടുക്കുന്നൊരു സന്ദേശം കൂടിയാണ്. പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങളാണ് പ്രധാനം. അവിടെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം നോക്കുന്ന സമയത്ത് അവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ ഉത്കണ്ഠയുണ്ട്. ഗവൺമെൻറ് ഉത്കണ്ഠ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഉത്കണ്ഠയല്ല രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിലേക്ക് വരുമ്പോൾ എൻ്റെ താല്പര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷെയ്ഖ് ഹസീന, ഇപ്പോൾ അവാമി ലീഗിൻ്റെ നേതാവ് ഷെയ്ഖ് ഹസീന നമ്മുടെ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവർ ഇന്ത്യയിലാണ് അഭയം നേടിയിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. അതായത് ഒരു വിദേശ രാജ്യം അവിടെ അവർക്കൊരു എയർ ബേസ്, അവരുടെ ഒരു മിലിറ്ററി ബേസിന് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും സുഗമമായിട്ട് ഭരണത്തിൽ തുടരാം എന്നൊരു ഓഫർ അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ ഓഫർ സ്വീകരിച്ചില്ല എന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത്. അതോടൊപ്പം തന്നെ ചൈനയുടെ ഇൻട്രസ്റ്റ് അറിയാം. ചൈന അവിടെ ആൾറെഡി അവിടെ തന്നെ അവർ മറ്റേ എയർ ബേസൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ബംഗ്ലാദേശിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഈ വിദേശ രാജ്യം എന്ന് പറയുന്നത് നമ്മളിപ്പം മനസ്സിലാക്കുന്നതും പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം അമേരിക്കയുടെ ബേസ് എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് ഈ ഏഷ്യൻ ഏരിയയിൽ അവർക്കൊരു സെൻട്രൽ ഏരിയയിലൊരു ഹോൾഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബംഗ്ലാദേശിനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബംഗ്ലാദേശിനെ അതുകൊണ്ട് ഹസീന വഴങ്ങാത്തതാണ് ഹസീനയുടെ സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായതെന്നാണ് ഹസീന പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യൂനിസ് എന്ന് പറയുന്ന വ്യക്തി, അത് അമേരിക്ക കൊണ്ട് വളരെ വ്യക്തമായിട്ട് വെച്ചിരിക്കുന്ന ഒരു പാവയുമാണ്. അപ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം യൂനിസ് വന്നതിന് ശേഷം യൂനിസിൻ്റെ എല്ലാ നടപടികളും ബംഗ്ലാദേശിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനോ അതല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടത്തുന്നതിനോ വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുമായിട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ശത്രുത പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ചൈനയുമായിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പ്രത്യക്ഷത്തിൽ അത് നമുക്ക് വളരെ ഇതായിട്ട് തോന്നും. കാരണം പക്ഷേ ചൈനയും ഈ രോഗം മനസ്സിലാക്കി. ഇദ്ദേഹം അമേരിക്കയുടെ ഒരു പ്രതിനിധിയാണ് എന്നുള്ള സാധനം മറച്ചു വെച്ചുകൊണ്ട് തന്നെ ചൈനയുമായി കൂടുതലായിട്ട് അടുപ്പം സൃഷ്ടിക്കാൻ നോക്കുന്നു. അവിടെ പോയിട്ട് പറയുന്നു, ഇവിടുത്തെ നമ്മളുടെ 7 സിസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റേൺ പ്രദേശങ്ങൾ മുഴുവൻ ലാൻഡ് ലോക്ക്ഡാണ്, ഞങ്ങൾ മാത്രമാണ് കടലിൻ്റെ രക്ഷകരായിട്ട്, കടൽ ഭാഗത്തു നിന്നുള്ള രക്ഷകരായിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മളൊരു ബംഗ്ലാദേശിലുണ്ടാകുന്നൊരു വിഷയത്തെ ഇന്ത്യ എങ്ങനെ നോക്കിക്കാണുന്നുള്ള വിദേശ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ താല്പര്യങ്ങൾ നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇടപെടുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നെങ്കിലും ബാഹ്യമായിട്ട് നമ്മൾ ഇടപെടുന്നില്ല. പക്ഷേ അല്ലാതെ തന്നെ സസൂക്ഷ്മം ഇന്ത്യ ഓരോ ചലനങ്ങളും ബംഗ്ലാദേശിൽ നിരീക്ഷിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഖാലിദാസിയയുടെ ശവസംസ്കാരത്തിന് നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ ധാക്കയിൽ പോകുന്നു, അതിൽ പങ്കെടുക്കുന്നു. അവിടെ ഈ അവാമി ലീഗിൻ്റെ അടുത്ത നേതാവായിട്ടുള്ള ഖാലിദാസിയയുടെ മകൻ താരിഖ് റഹ്മാനുമായിട്ട് ചർച്ച നടത്തുന്നു. താരിഖ് റഹ്മാനും അല്ലെങ്കിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണല്ലോ അവരുടെ,
അപ്പോൾ ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കാണ് ഇപ്പം നിലവിൽ അവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളതെന്ന് കണക്കാക്കപ്പെടുന്നു. പക്ഷേ അതേസമയം മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ഫ്രീ ആൻഡ് ഫെയർ പോൾ അല്ല നടക്കുന്നത്. ഇപ്പോൾ ഈ 12-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ്, ഫെബ്രുവരി 12 തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ അവിടെ ഒരു നീതിയുക്തമായ തിരഞ്ഞെടുപ്പല്ല നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ നേരത്തെ ഭരണത്തിലുണ്ടായിരുന്ന അവാമി ലീഗിനെ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ ഒരു ഫ്രീ ആൻഡ് ഫെയർ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ശരിക്കും അവിടെ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ഫ്രണ്ടും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള മത്സരം നടക്കാൻ പോകുന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വളരെ ശക്തമായിട്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊക്കെ വളരെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി ജനറൽ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ ജയിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് അടുത്ത അഫ്ഗാനിസ്ഥാനാകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് 100% ശരിയാകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അവിടെ ഹിന്ദുക്കളുടെ നേരൊക്കെ ഉണ്ടായിരുന്ന ആക്രമണങ്ങൾ, അപ്പോൾ അവിടെ പല ബസ് സ്റ്റോപ്പുകളിൽ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോകൾ കാണാൻ കഴിഞ്ഞു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ ഈ വലിയ ഇരുമ്പ് കമ്പി കൊണ്ട് ഓടിച്ചിട്ട് അട്ടിച്ച് ഓടിക്കുകയാണ് ചെയ്യുന്നത്. അത് ക്രൂരമായ മർദ്ദനങ്ങളാണ്. പെൺകുട്ടികളൊക്കെ, കൊച്ചു പെൺകുട്ടികളൊക്കെ കിടന്ന് നിലവിളിക്കുന്നത് കേൾക്കാമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ മൊബൈലൊക്കെ വാങ്ങി തിരിച്ചെടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ 50 ആ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അവിടെ ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. എത്രയോ പേര് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്നതിൻ്റെ സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വിഷയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി വേഴ്സസ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ജയിച്ചു വരുന്നതിന് ആവശ്യമായ ഒരു ഇടപെടലുകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ആ ഒരു സമീപനം എന്തായാലും എടുക്കുന്നുണ്ട്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരും എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജയശങ്കർ ആ ഒരു ബന്ധം സ്ഥാപിച്ചത്. മാത്രമല്ല ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേരത്തെ ഖാലിദാസിയയുടെ സമയത്ത് ഇന്ത്യയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. പക്ഷെ അതിനൊരു മാറ്റം വരുത്തുകയും കൂടി ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ സമീപനം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അവിടുത്തെ ഹിന്ദുക്കൾ ഈ രീതിയിൽ ആക്രമിക്കുന്നത് കണ്ടിട്ട് അത് വൈകാരികമായ പ്രകടനമാണ്. പക്ഷേ വൈകാരികമായ പ്രകടനത്തിനും അങ്ങനെയുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു വിദേശ നയം എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് വളരെ സസൂക്ഷ്മത ശ്രദ്ധിക്കുന്നുണ്ട്. അതേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന വൈകാരികമായ ഒരു പ്രകടനം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മോഹൻ ഭാഗവത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നെയും പറയുന്നത്? ഹിന്ദു സമൂഹത്തോട് ഉണരാനുള്ള ഒരു ആഹ്വാനമാണ്. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു RSSൻ്റെ സർസംഘചാലകമാണ്. അപ്പോൾ അതിന് അവിടെയുള്ള ഹിന്ദു സമൂഹവും നമ്മുടെ ഇന്ത്യയുടെ ഭാഗം തന്നെയായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വൈകാരികതയും ആ ഒരു ഏകീകൃത ഭാവവും സൃഷ്ടിക്കുന്നതിനും തീർച്ചയായിട്ടും അവിടെയുള്ള ഹിന്ദുക്കളോടുള്ള സഹാനുഭൂതിയും അനുകമ്പയും ഒക്കെ പ്രകടിപ്പിക്കുന്നതിനും വേണ്ടി തന്നെയാണ്. മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗം തന്നെ ആയിരുന്നല്ലോ സ്ഥാനം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ തീർച്ചയായിട്ടും ആ ഒരു അവിടെയുള്ള ആക്രമണങ്ങളെ നിങ്ങൾക്ക് നേരിടണമെങ്കിൽ നിങ്ങൾ സംഘടിക്കുകയേ നിവൃത്തിയുള്ളൂ, സംഘടിച്ച് നേരിടുക എന്നുള്ളൊരാഹ്വാനമാണ് നടക്കുന്നത്. അതിലൂടെ ഇപ്പം സ്വാഭാവികമായിട്ട് മോഹൻ ഭഗവത് ഇന്ത്യയിലുള്ളവർക്കൂടെ ഒരു ആഹ്വാനം കൊടുക്കുകയായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെയും ഹിന്ദുക്കൾ സംഘടിച്ചോളൂ എന്നുള്ളതായിരിക്കും മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്ന സംഗതി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സഹകരണത്തിനും നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എല്ലാ നോട്ടിഫിക്കേഷനും ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.